കഴിഞ്ഞ 2 ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന ഒരു വീഡിയോ ഉണ്ട്. പാർലമെന്റ് ഹൗസിൽ വടകരയുടെ പ്രിയങ്കരനായ MP ഷാഫി പറമ്പിൽ നടത്തുന്ന ഒരു സ്വകാര്യ സബ്മിഷൻ. പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ അവധിക്കാലത്തെ എയർലൈൻ കമ്പനികളുടെ ടിക്കറ്റ് നിരക്കിലെ കൊള്ളയെക്കുറിച്ചുള്ളതാണ് ഈ പ്രസംഗം. ലളിതമായ ഇംഗ്ലീഷിൽ ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അതിവൈകാരികമായി ആടുജീവിതത്തിലെ നജീബിൻ്റെ ജീവിതത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒടുവിൽ പ്രവാസികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒന്നൊന്നായി എണ്ണി പറയുന്നു ഷാഫി. ഒരു ശരാശരി തൊഴിലാളികൾ അവരുടെ താമസ സ്ഥലങ്ങളിൽ കഴിയുന്ന ദുരിതപൂർണമായ ജീവിതാവസ്ഥ, ജോലി സ്ഥലത്ത് അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ, കുറഞ്ഞ ശമ്പള നിരക്കിൽ നിർമ്മാണ മേഖലകളിലും ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിലും തൊഴിലെടുക്കുന്നവരുടെ അവസ്ഥ, ഒരു വിഭാഗം ആളുകൾക്ക് അവരുടെ വേണ്ടപ്പെട്ടവർക്ക് നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെഡിക്കൽ എമർജൻസിയോ ബന്ധുമിത്രാദികളുടെ മരണമോ സംഭവിച്ചാൽ ചടങ്ങുകൾക്ക് പോലും ഓടിയെത്താൻ സാധിക്കാത്ത തരത്തിലാണ് അവധിക്കാലത്ത് എയർലൈൻ കമ്പനികൾ ടിക്കറ്റ് ഈടാക്കുന്നത്. ഇതിനു പുറമെ കുടുംബവുമായി കഴിയുന്നവർ അവധിക്കാലത്ത് നാട്ടിൽ വരാൻ നോക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം ഉയർന്ന ടിക്കറ്റ് നിരക്കാണ്. ഒരു 4 അംഗ കുടുംബത്തിന് ഒരു അവധിക്കാലം നാട്ടിൽ വന്ന് മടങ്ങുമ്പോൾ അവരുടെ ഒരു വർഷത്തെ മുഴുവൻ സമ്പാദ്യവും ടിക്കറ്റിന് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടുന്ന ഗതികേടാണ് ഓരോ പ്രവാസിയും നേരിടുന്നത് എന്ന് വളരെ ലളിതമായ ഭാഷയിൽ സഭയിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിൽ ഷാഫി പറമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. അത് കേട്ട് സ്പീക്കർ ഉടൻ തന്നെ വിഷയത്തിന്മേൽ വ്യോമയാന മന്ത്രിയുടെ മറുപടി തേടി. വളരെ പോസിറ്റീവായിട്ടാണ് വ്യോമയാന മന്ത്രി അതിന് അനുകൂലമായ രീതിയിൽ മറുപടി നൽകിയത്. ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുമെന്നും ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് എല്ലാ എയർലൈൻ കമ്പനികളുടെയും പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും ഉറപ്പു നൽകുകയാണ് അവർ ചെയ്തത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇന്ത്യൻ പാർലമെന്റ് പോലുള്ള ഒരു വലിയ സഭയിലേക്ക് നമ്മൾ അംഗങ്ങളെ തെരഞ്ഞെടുത്തയക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും കാര്യക്ഷമതയും കൂടി നമ്മൾ പരിശോധിക്കുകയും പരിഗണിക്കുകയും വേണം എന്നുള്ളതാണ്. മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളായി സഭയിലുണ്ടായിരുന്ന ശ്രീമതി ടീച്ചറും ആരിഫും റഹീമുമെല്ലാം ഇംഗ്ലീഷ് പറയാൻ ബബ്ബ പറഞ്ഞ് വാക്കുകൾക്കായി തപ്പുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. ഇത്തവണ കേരളത്തിൽ നിന്നും UDFിൻ്റെ പ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലീഷും ഹിന്ദിയും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർ തന്നെയാണ്. ഹൈബിയുടെയും ഡീൻ കുര്യാക്കോസിൻ്റെയും ശശി തരൂറിൻ്റെയും NK പ്രേമചന്ദ്രൻ്റെയുമെല്ലാം സബ്മിഷനുകൾ നമ്മൾ മുൻ വർഷങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. പൊതുവെ പ്രതിപക്ഷ അംഗങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സബ്മിഷനുകൾ സഭയ്ക്കുള്ളിൽ അവതരിപ്പിക്കുന്ന സമയം ഭരണപക്ഷ MPമാർ പ്രതിഷേധിക്കുകയും ബഹളം വയ്ക്കുകയും കൂവുകയും ചെയ്യുന്നതും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഷാഫിയുടെ അവതരണം കണ്ട് ഭരണപക്ഷ അംഗങ്ങൾ പോലും കൈയടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് പാർലമെന്റിലാകട്ടെ നിയമസഭയിലാകട്ടെ ഇനി അങ്ങോട്ട് നമ്മൾ തെരഞ്ഞെടുത്തയക്കേണ്ടത് വിദ്യാഭ്യാസവും കാര്യക്ഷമതയുമില്ല ചെറുപ്പക്കാരായ ചുറുചുറുക്കുള്ള പ്രതിനിധികളെ ആവണമെന്നതാണ് നമ്മൾ വോട്ട് ചെയ്യുന്നവർ തീരുമാനിക്കേണ്ടത്.